വർത്തമാനകാലത്തെ മയക്കുമരുന്നിന്റെ ഉപയോഗം, മൂല്യച്യുതി അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുവാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്ന ഹൈറേഞ്ച് യൂണിയന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ. SNDP യോഗം ഹൈറേഞ്ച് യൂണിയനിലെ ശാഖകളിൽ നിന്നുള്ള 1 മുതൽ ഡിഗ്രി തലം വരെയുള്ളവരുടെ മാനസിക, ഭൗതിക, വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് നടത്തിയ ബോധവൽക്കരണ ക്ലാസ് ഉല്ലാസപ്പറവുകൾ 2026 വെള്ളാപ്പള്ളി നടേശൻ സപ്തതി സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ പ്രസിഡന്റ് ബാബു ഇടയാടിക്കുഴി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P. G. രാജ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ MLA, യജ്ഞാചാര്യ ഗുരുഗോകുലം ഡോക്ടർ ഗീത അനിയനെയും 34 വർഷത്തെ സേവനത്തിൽ നിന്നും വിരമിച്ച അംഗൻവാടി ടീച്ചർ ഗീത തങ്കച്ചനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇന്റർമേഷൻ ടെക്നോളജിയെക്കുറിച്ച് അയന ഷിജു, ശ്രീദേവി ബിജു, അനഘ അഭിലാഷ് എന്നിവർ MLAയോട് ഉന്നയിച്ച സംശയങ്ങൾ വിശദമായ മറുപടിയിലൂടെ ദൂരീകരിച്ചു. എഞ്ചിനീയറിംഗ് ഏതാ എടുത്തിരിക്കുന്നത്? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ടെലികമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വെരി ഗുഡ്. നമസ്തേ സാർ. അപ്പോൾ എൻ്റെ പേര് അയന. എനിക്ക് സാറിനോട് ചോദിക്കാനല്ല, എനിക്കൊരു കാര്യം അറിയാനാണുള്ളത്. സാറിനിപ്പോൾ ഞങ്ങൾ ഓരോ വിദ്യാർത്ഥിനികളോടും നൽകാനുള്ളൊരു സന്ദേശം, അതൊരു മെസ്സേജ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാർ. നല്ലപോലെ പഠിക്കാനാണ് പറയുന്നത്. അത് നല്ല കാര്യം തന്നെ. പക്ഷേ അത് മക്കളെ, കാലം മാറി. കാരണം സാങ്കേതിക വിദ്യയുടെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ എനിക്കറിയാം. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന കൊച്ചു കൂട്ടുകാർ, അവരെല്ലാം ഭാവിയിൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയൊക്കെ വാഗ്ദാനങ്ങളാണ്. പക്ഷെ അവരെ ശരിയായ രീതിയിലുള്ള ഗൈഡൻസിലേക്ക് കൊണ്ടുവരണം. എൻ്റെ അഭിപ്രായം, ഇന്നത്തെ വിദ്യാഭ്യാസ നയം സമൂലം പൊളിച്ചെഴുതേണ്ടതാണ്. കാരണം നിങ്ങൾ ഇത് പറയുവാൻ കാരണം, സാങ്കേതിക വിദ്യയുടെ വളരെ വലിയൊരു കുത്തൊഴുക്ക് ഈ മേഖലയിൽ വന്നിരിക്കുക. പക്ഷേ നമ്മുടെ കോളേജുകളിലൊന്നും അതിൻ്റെ പ്രയോജനം, അല്ലെ സ്കൂളുകളിൽ ചെറിയ തോതിലുള്ള കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും അതുപോലെ ഉണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനുഷ്യബുദ്ധിയുടെ 10 ലക്ഷം ഇരട്ടി വേഗത്തിൽ, അതായത് മനുഷ്യബുദ്ധിയുടെ ഒരു സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് ചിന്താശക്തി തീർന്നു. ഇന്ന് നിങ്ങൾക്കൊരു പ്രസംഗം എഴുതണമെങ്കിൽ ഗ്രോക്കിലോ ജെമിനിയിലോ പോയി കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് നല്ല ഒന്നാന്തരം പ്രസംഗം റെഡിയാണ്. അതിൻ്റെ കാരണം ഡേറ്റ സയൻസ് ആണ്. ലോകത്ത് ലഭിക്കുന്ന ഡേറ്റ മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിൽ ഏറ്റവും വലിയൊരു സെന്റർ ഇവിടെ ഹൈദരാബാദിലാണ്. 40,000 കോടി രൂപയുടെ ഡേറ്റാ സെന്ററാണ് ഹൈദരാബാദിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഡേറ്റയും അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കോറിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ചിന്തകളും എല്ലാം കീഴ്മേൽ മറിഞ്ഞു പോകും. അപ്പം അതിലേക്ക് ഒരു വിദ്യാഭ്യാസ നയം തന്നെ അത് ചെയ്യുന്നത് ഗവൺമെന്റാണ്. തീർച്ചയായും ഈ ഗവൺമെന്റിന് അങ്ങനെ വളരെ ചടുലമായ നീക്കങ്ങൾ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു വിദ്യാഭ്യാസ നയത്തിലേക്ക് മാറ്റം കൊണ്ടുവരും. ഇനി എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെയൊക്കെ മോഡൽ പോളിടെക്നിക് എന്ന് പറയുന്നത് പോലെ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരു മോഡൽ സ്കൂളുകൾ എല്ലാ ജില്ലകളിൽ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള താലൂക്കുകളിൽ അല്ലെങ്കിൽ നിലവിലുള്ള സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ആ മേഖലയിലേക്ക് കൊണ്ടുവരും. യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലിറ്റ് S. തകടിയൽ, യോഗം ബോർഡ് അംഗങ്ങളായ ഡോക്ടർ P. അനിയൻ, ഷാജി ഷാസ്, കൗൺസിലർമാരായ CN മോഹനൻ, രാജപ്പൻ ആണ്ടുകുന്നൽ, PA വിശ്വംഭരൻ, MA ഷിനു, ശോഭ യശോധരൻ, യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ MV ശ്രീകാന്ത്, കൺവീനർ KT വിനോദ്, വനിതാ സംഘം പ്രസിഡന്റ് പത്മിനി രവീന്ദ്രൻ, സെക്രട്ടറി സിന്ധു മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി K. ബേബിയും ക്യാമ്പ് സന്ദർശിച്ചു. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ഷാജി മാരൂർ കളിയും ചിരിയും എന്ന വിഷയത്തിലും
മോട്ടിവേഷൻ ട്രെയിനർ അജി അരവിന്ദ് മക്കൾ അറിയാൻ മക്കളെ അറിയാൻ എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും ക്യാമ്പ് അവലോകനവും സ്നേഹവിരുന്നും നടന്നു.